പശ്ചിമേഷ്യയിലെ സമാധാനം വീണ്ടും അനിശ്ചിതത്വത്തിലായിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിന് സമീപം ഇറാന്റെ കഷാം ദ്വീപിലേക്ക് അമേരിക്കയുടെ ആക്രമണമുണ്ടായി. ഇതിന് പിന്നാലെ കുവൈത്തിലേക്കും ബഹ്റൈനിലേക്കും ഇറാന്റെ ആക്രമണ ശ്രമവും ഉണ്ടായിരിക്കുന്നു. ഇരു രാജ്യങ്ങളിലും നാശനഷ്ടങ്ങളോ ആളപായമോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ യുദ്ധസമാനമായ സാഹചര്യം വീണ്ടും വന്നിരിക്കുന്നു പശ്ചിമേഷ്യയിൽ. പി ജെയിംസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. പി ജെയിംസ്, ഒരു ഭാഗത്ത് സമാധാനത്തിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് വീണ്ടും പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാനിലേക്കും തിരിച്ച് ഗൾഫ് മേഖലയിൽ ഇറാന്റെ ആക്രമണ ശ്രമവും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്? കൂടുതൽ സങ്കീർണമായ സംഘർഷ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ പി ജെയിംസ്? ഗോപികൃഷ്ണൻ, യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യയിൽ യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ വീണ്ടും ഉരുണ്ടുകൂടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ അമേരിക്ക ഈ കഷാം ദ്വീപിലേക്ക് അവിടുത്തെ കൺട്രോൾ സ്റ്റേഷന് നേരെയാണ് ആദ്യം ആക്രമണം നടത്തിയത്. അതിനെ തുടർന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ഒരു ഇടവേളയ്ക്ക് ശേഷം ബഹ്റിനിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു. കുവൈറ്റിലേക്ക് ഇത് 2 ദിവസത്തിനുള്ളിൽ 2ാം തവണയാണ് ആക്രമണം നടത്തുന്നത്. ഒരുപക്ഷെ ഗോപീഷൻ, കുവൈറ്റിൽ ആളപായമില്ല എന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും വലിയ ചില നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് കുവൈറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഒരു ഭാഗത്തിന് വലിയ കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുണ്ട്. എന്ന് മാത്രമല്ല, കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചിട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഒപ്പം തന്നെ അവിടേക്ക് വരേണ്ട ഫ്ലൈറ്റുകളൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെന്നും പറയുന്നു. എന്തായാലും കുവൈറ്റിന് ഒരു വലിയ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഉള്ളത്. അതിൻ്റെ കുറച്ച് അകലെയാണ് US ബേസ് ഉള്ളത്. US ബേസിലേക്കാണ് ആക്രമണം നടന്നെങ്കിലും അതിൻ്റെ അടുത്തുള്ള കുവൈറ്റിൻ്റെ ഇന്റർനാഷണൽ എയർപോർട്ടിന് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുവൈറ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് 2ാം തവണയാണ് കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ഇറാൻ ആക്രമിക്കുന്നത്. കുവൈറ്റ്, പ്രത്യേകിച്ച് ഗോപിക്കൊക്കെ അറിയാം, 91 കാലഘട്ടത്തിലൊക്കെ ഇറാഖ് കയറി അവിടെ സദാം ഹുസൈൻ്റെ നേതൃത്വത്തിൽ ആക്രമണം നടത്തിയപ്പോൾ അമേരിക്കൻ പട്ടാളം ഇറങ്ങിയാണ് കുവൈറ്റിനെ മോചിപ്പിച്ചത്. അതിനുശേഷം അമേരിക്കയുടെ വലിയൊരു സാന്നിധ്യം കുവൈറ്റിലുണ്ട്. അപ്പോൾ കുവൈറ്റിനെ ആക്രമിക്കുന്നത് കൃത്യമായി അമേരിക്കയെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കുവൈറ്റിനേക്കാൾ. ഒപ്പം തന്നെ ബഹ്റിനിലാണ് അമേരിക്കയുടെ 5th ഫ്ലീറ്റ് നാവിക ഓപ്പറേഷൻ പശ്ചിമേഷ്യയിൽ അമേരിക്ക നടത്തുന്നത്. അതിൻ്റെ സെൻട്രൽ കമാൻഡ് പോലെ പ്രവർത്തിക്കുന്നത് ബഹ്റിനിലെ 5th ഫ്ലീറ്റാണ്. അതിന് നേരെ ആക്രമണം ഉണ്ടായി. അവിടുത്തെ എയർബേസിന് നേരെ ആക്രമണം ഉണ്ടായി. അവിടുത്തെ ഹെലികോപ്റ്റർ ബേസിന് നേരെ ആക്രമണം ഉണ്ടായി. അപ്പോൾ ബഹ്റിനിലേക്ക് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ആക്രമണം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ UAE, സൗദി അറേബ്യയിൽ, ഖത്തറിൽ, ഒമാനിൽ അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ ഗൾഫ് രാജ്യങ്ങളെ ഇനി ഇറാൻ ലക്ഷ്യം വെക്കുമോ എന്നുള്ള തരത്തിലുള്ള ആശങ്ക പടരുന്നുണ്ട്. ആകെയുള്ള ആശ്വാസം ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. US-ന്റെ അസറ്റുകൾക്ക് നേരെ, അവരുടെ ബേസുകൾക്ക് നേരെയാണ് ഇപ്പോൾ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അമേരിക്ക ഇപ്പോൾ പ്രകോപനമായിട്ട് മാറിയിരിക്കുന്നത് കഷാം ദ്വീപിൽ കയറി ആക്രമിച്ച തന്ത്രപ്രധാനമായിട്ടുള്ള ദ്വീപാണ്. ഹോർമൂസ് കടലിടുക്കിന് സമീപത്ത് ഉള്ള ഇറാന്റെ ദ്വീപാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് വല്ലാത്ത തരത്തിലുള്ള നിലപാടിലാണ്. അവിടുത്തെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ അടക്കം ഗോപി അവര് കുറച്ചുകൂടി മിതവാദം സ്വീകരിക്കുമ്പോൾ അവിടുത്തെ കൺട്രോൾ മുഴുവനായിട്ട് മറ്റുള്ളവരിലേക്ക് മാറിയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.